ദൈവജനമേ, പരിശുദ്ധമായ ശൂന്യയോ നോമ്പിലൂടെ കടന്നുപോകുന്ന ഈ അവസരത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ ധ്യാനിക്കാം. പരിശുദ്ധ മാതാവിന്റെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളുടെ ജൈത്രയാത്രയാണ് നാം കാണുന്നത്. അവയിൽ ചിലതിലൂടെ നമുക്ക് ഇപ്പോൾ കണ്ണോടിക്കാം. അവയിൽ ഒരു വേള പോലും പരിശുദ്ധ അമ്മ പിറുപിറുക്കുന്നതായി നാം കാണുന്നില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പുരുഷനറിയാതെ കന്യക ഗർഭിണിയാകുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാലും പരിശുദ്ധ അമ്മ സമചിത്തതയോടെ അത് ഏറ്റെടുത്ത് ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയാണ് ചെയ്തത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് മനസ്സിലാക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ, പൂർണ്ണ ഗർഭിണിയായ അമ്മ പ്രസവിക്കാൻ സ്ഥലം കിട്ടാതെ കാളിത്തൊഴുത്തിൽ തന്റെ ആദിജാതനായ മകനെ പ്രസവിക്കുന്നു. അവിടെയും ഒരു പരിഭവം ഇല്ലാതെ അമ്മ തന്റെ വേദനകൾ മറക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. വീണ്ടും യെരൂശലേം ദേവാലയത്തിൽ വെച്ച് ശിമ്യോൻ യേശുകുഞ്ഞിനെ കണ്ടതിന് ശേഷം അവന്റെ അമ്മയോട്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞപ്പോഴും അമ്മ പതറിയില്ല. എല്ലാം പരിശുദ്ധ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. മാത്രമല്ല, കാനാവിലെ കല്യാണ വിരുന്നിന് വീഞ്ഞു തീർന്നുപോയ സംഭവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന്റെ പ്രതിസന്ധി മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിൽ വേണ്ട പോലെ ഇടപെട്ട് മേൽത്തരം വീഞ്ഞ് അവർക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്തു. പരസ്യവേലയ്ക്കുള്ള തന്റെ സമയം ആകാഞ്ഞിട്ട് പോലും അമ്മയുടെ അപേക്ഷ മകൻ നിരസിച്ചില്ല. മകൻ ചെയ്തു കൊടുക്കും എന്ന പൂർണ്ണ വിശ്വാസവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പാപരഹിതനായ സ്വന്തം പുത്രന്റെ കുരിശുമരണത്തിലേക്കുള്ള യാത്രയിൽ ആദ്യാന്ത്യം അനുഗമിക്കുമ്പോഴും പരിശുദ്ധ അമ്മ ശാന്തതയും സൗമ്യതയും കൈവടിയാതെ പ്രാർത്ഥനാപൂർവം പുത്രന്റെ കൂടെ നിന്നതായി നാം മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിശുദ്ധ അമ്മ തന്റെ മകനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവന്റെ ശിഷ്യന്മാർ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് മാളികമുറിയിൽ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് ധൈര്യം പകർന്നു നൽകി എന്നും നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ശാന്തതയും സൗമ്യതയും കൈവിടിയാതെ പരിഭവങ്ങളില്ലാതെ പ്രാർത്ഥനയോടും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും ദൈവപ്രവർത്തികളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടും നമുക്ക് മുന്നേറാം. ദൈവേഷ്ടം നിറവേറ്റപ്പെടുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന നമുക്ക് അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനും നിരന്തരം സമ്പർക്കത്തിലൂടെ പരിശുദ്ധ മാതാവുമായി ബന്ധം ദൃഢമാക്കുവാനും ആ അമ്മയുടെ നന്മകളെ ജീവിതത്തിൽ ആർജിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.